RRBJന്റെ നോട്ടിഫിക്കേഷൻ വന്നോ? RRBJയുടെ നോട്ടിഫിക്കേഷൻ വന്നിട്ടില്ല, പക്ഷെ ടെൻറ്റേറ്റീവ് ഡേറ്റ്സ് നമുക്ക് വന്നിട്ടുണ്ട്. അതേതാ ഡേറ്റ് ഏതാണ് ഇതില്? ഡേറ്റ് നമുക്ക് ജൂലൈ കഴിഞ്ഞുണ്ടാവുമായിരിക്കും. ജൂലൈ സെപ്റ്റംബർ ആ ഒരു റേഞ്ചിലായിരിക്കും അല്ലേ? കുറച്ച് വൈകിപ്പോയില്ലേ എക്സാം? കുറച്ച് വൈകിപ്പോയി. നമ്മൾ കുറച്ചുകൂടെ മുന്നേ എക്സ്പെക്ട് ചെയ്തതാണ്, പക്ഷെ കുറച്ച് വൈകിപ്പോയി. പക്ഷെ നല്ല വേക്കൻസീസ് ഉണ്ടെന്ന് തോന്നുന്നു. കഴിഞ്ഞ പ്രാവശ്യം നല്ല വേക്കൻസി, ഏകദേശം ഒരു 10-13,000 വേക്കൻസി ഒക്കെ വന്നാണല്ലേ? ഇത്രയും ഗ്യാപ്പ് ഉണ്ടായതുകൊണ്ട് കുറച്ചുകൂടെ വേക്കൻസീസ് ഉണ്ടായിരുന്നു. നല്ല വേക്കൻസീസ് ഇനിയും ഉണ്ടാവും. പക്ഷേ ഈ RRBJ ഇപ്പോഴും പ്രിപ്പയർ ചെയ്യാത്ത ഒരുപാട് ആൾക്കാരുണ്ട്. ഇങ്ങനെ ഏതാ നല്ല ഇൻസ്റ്റിറ്റ്യൂട്ട് എവിടെ പോയി പഠിക്കണം എന്നൊക്കെ ഇങ്ങനെ വിചാരിക്കും. എല്ലാവരും കൊടുക്കുന്നുണ്ടല്ലോ അല്ലേ? എല്ലാവരും കൊടുക്കുന്നുണ്ട്. അപ്പൊ നമ്മളൊരു വ്യത്യാസമല്ല നമുക്ക് നമ്മള് കൊടുക്കുന്ന പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്നാമത്തെ കാര്യം വെച്ചാൽ നമ്മുടെ ഫാക്കൽറ്റീസ് തന്നെയാണ് നമ്മുടെ പ്രത്യേകത. നമ്മുടെ എല്ലാ ഡിപ്പാർട്ട്മെന്റിന്റെയും പ്രീമിയം ഫാക്കൽറ്റീസ് ആണ് ക്ലാസ് എടുക്കുന്നത്. എല്ലാ ബ്രാഞ്ചിലും ഉണ്ട്. എല്ലാ ബ്രാഞ്ചിലും പ്രീമിയം ഫാക്കൽറ്റീസ് ഉണ്ട്. പിന്നെ നമ്മളിപ്പോൾ ടെക്നിക്കൽ ഒരു ബ്രാഞ്ച് മാത്രം ഒതുങ്ങുന്ന ഒരു ആപ്പ് അല്ല നമ്മളത്. മാത്രമല്ല നമുക്ക് ടെക്നിക്കൽ മാത്രമല്ല നോൺ ടെക്നിക്കൽ നമ്മൾ CGL CHS കാലങ്ങളായിട്ട് നല്ല റിസൾട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഈ ഫാക്കൽറ്റീസ് തന്നെയാണ് നമ്മുടെ ടെക്നിക്കൽ എടുക്കുന്നത്. പിന്നെ നമ്മൾ രണ്ടാളും ആണെങ്കിലും RRBJ എക്സാം എഴുതി എക്സ്പീരിയൻസ് ഉണ്ട്, ക്വാളിഫൈ ചെയ്ത ആൾക്കാരുമാണ്. അപ്പൊ നമുക്ക് അവരെ ഗൈഡ് ചെയ്യാൻ പറ്റുമെന്ന് തോന്നില്ലേ? തീർച്ചയായിട്ടും. അതൊരു അവര് എപ്പോഴും അവരുടെ ക്ലാസ്സിൽ ലൈവിലൊക്കെ പോകുമ്പോൾ അവരിങ്ങനത്തെ നമ്മളെ എക്സ്പീരിയൻസ് കാര്യങ്ങളൊക്കെ എപ്പോഴും ചെയ്യാറുള്ളത്. അതെ. അപ്പം നമ്മൾ എന്താ പുതിയതായിട്ട് നമ്മള് നോർമലി നമ്മള് ഗോൾഡ് ബാച്ചിന്റെ ഒരു സ്പെഷ്യാലിറ്റി അത് പല ആൾക്കാർക്ക് അറിയില്ല. നമ്മൾ കൊടുക്കുന്നത് ലൈവ് പ്ലസ് റെക്കോർഡ് പ്ലസ് ലൈവ് മെന്റർഷിപ്പ് എന്ന് പറയുന്ന ആ ഒരു കോമ്പിനേഷൻ ഉണ്ടല്ലോ, അത് ശരിക്കും നമ്മളൊരു യുണീക്ക് ആയിട്ടുള്ള ഫീച്ചറാണ്. അത് മറ്റെവിടെ അങ്ങനെ ഉള്ളതായിട്ട് ഞാൻ കേട്ടിട്ടില്ല. ചില സ്ഥലത്ത് ലൈവ് ഇട്ട്, ചില സ്ഥലത്ത് റെക്കോർഡർ ഉണ്ട്, ചില സ്ഥലത്ത്. പക്ഷേ ഈ മോണിറ്ററിങ് കുറച്ചുകൂടി എന്താണ് അതുകൂടി പ്രോപ്പർ ആകുമ്പോഴാണ് എന്താകുന്നത് ഈ കോഴ്സ് അടിപൊളിയായിട്ട് വരുന്നത്. അപ്പൊ നമുക്ക് പുതിയ കോഴ്സ് ഉണ്ട് RRBJ. അപ്പൊ അത് നമുക്ക് അവരോട് പറയണ്ടേ? RRBന്റെ ഒരു അൾട്ടിമേറ്റ് ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടല്ലോ. അൾട്ടിമേറ്റ് ബാച്ചിനെ കുറിച്ച് നമുക്കൊന്ന് പറയാമല്ലേ അവരോട്? അതെ, തീർച്ചയായിട്ടും. ഈ അൾട്ടിമേറ്റ് ബാച്ച് എന്ന് പറയുന്നത് എങ്ങനെ പോയാലും നമുക്ക് ഈ എക്സാം ക്രാക്ക് ചെയ്യാൻ പറ്റിയ ഏറ്റവും എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു സ്റ്റഡി പ്ലാനോട് കൂടി വരുന്ന ഒരു കോഴ്സ് തന്നെയായിരിക്കും ഈ ഒരു അൾട്ടിമേറ്റ് ബാച്ച് എന്ന് പറയുന്നത്. ഒരു റാങ്ക് ഷുവർ ബാച്ച് ആയിട്ടാണ് നമ്മളത് കൺസിഡർ ചെയ്യുന്നത്. അത്രയും സ്ട്രക്ചേർഡ് ആണ് അതിന്റെ ഒരു ഡിസൈൻ. പിന്നെ അത് മാത്രമല്ല, എല്ലാവർക്കും പേടി ടയർ 1 ആണ്. ടയർ 1ന്റെ കാര്യം നമ്മൾ പറഞ്ഞില്ലേ. ഇപ്പൊ നമ്മൾ ഈ ടെക്നിക്കൽ എടുക്കുന്ന ഒരുപാട് ഇൻസ്റ്റിറ്റ്യൂട്ടുകളൊക്കെ ഉണ്ടാവും, പക്ഷെ അവര് നോൺ ടെക്നിക്കൽ എങ്ങനെയെങ്കിലും തട്ടിക്കൂട്ടിയായിരിക്കും ചെയ്യുന്നുണ്ടാവുക. ഫാക്കൽറ്റീസ് പക്ഷെ നമുക്ക് അങ്ങനെയില്ല. നമുക്ക് അത്രയും CGL ക്ലാസ്സസ് എടുത്ത് റിസൾട്ട് പ്രൂവൺ ആണ്. കഴിഞ്ഞ 6 വർഷമായിട്ട് ഇതിൽ തന്നെ വർക്ക്ഔട്ട് ചെയ്യുന്ന ആളുകളാണ് ഇപ്പൊ കറക്റ്റ് LPന്റെ അതേപോലെ തന്നെ JEE ഒക്കെ കോഴ്സിലേക്ക് വന്നിട്ടുള്ളത്. ധൈര്യമായിട്ട് പഠിച്ചു തുടങ്ങി അത് എൻട്രിയോടൊപ്പം തന്നെ ആയിക്കോട്ടെ. വിജയം നേടുന്നവരെ നമ്മളും ഒപ്പം ഉണ്ടാവും അല്ലേ?